ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരൻ വാഹനാപകടത്തിൽ മരിച്ചത് കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. വാഹനത്തിലുണ്ടായിരുന്ന 2 CISF ഉദ്യോഗസ്ഥരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. CISFന്റെ വാഹനമിടിച്ച് ഇന്നലെ രാത്രിയാണ് അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോ മരിച്ചത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് CISF ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തർക്കത്തിന് പിന്നാലെ കരുതിക്കൂട്ടി വാഹനം ഇടിപ്പിച്ചതാണെന്നാണ് നിഗമനം. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആജ്ഞ, ഒരു വാഹനാപകടം എന്ന തരത്തിലാണ് ആദ്യം നിഗമനമുണ്ടായത്. പക്ഷെ അങ്ങനെയല്ല, ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുകയാണ് ഇവിടെ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആദ്യം സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരനായ ഐവൻ ജിജോ കൊല്ലപ്പെടുന്നത്. അതിനുശേഷമാണ് അത് ആദ്യം ആരെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊലപാതകം എന്നുള്ള നിഗമനത്തിലായിരുന്നു. പക്ഷെ പിന്നീടാണ് പോലീസ് ഇത് കണ്ടെത്തിയത്. പോലീസിന് അത്തരത്തിലൊരു സംശയം തോന്നി. എന്തായാലും ആദ്യം വാഹനാപകടം എന്നുള്ള നിഗമനത്തിലായിരുന്നു. അതിനുശേഷമാണ് ഈ കൊലപാതകം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. CISF വാഹനം തന്നെയാണ് ഇടിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ കരുതിക്കുട്ടി ഇടിപ്പിച്ചതാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. വാഹനത്തിലുണ്ടായിരുന്ന 2 CISF ജവാന്മാരെയും ഉദ്യോഗസ്ഥരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുമായി ഈ ഐവൻ തർക്കിച്ചിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് ഐവന് അപകടമുണ്ടായത്. അതും ഈ CISFന്റെ വാഹനം തന്നെ ഇടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ അതിന്റെ കേസിന്റെ ഡൈവേർഷൻ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഇതിപ്പോൾ വിമാനത്താവളത്തിലെ ജീവനക്കാരനാണ് മരിച്ച ഐവിൻ. ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണോ ഇത്തരത്തിലുള്ള ഒരു തർക്കം ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും? ഈ ഐവൻ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യത്തിലേക്കാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുമായി വലിയ തർക്കമായിരുന്നു ഐവൻ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ്, അതായത് ഈ CISF ജവാന്മാരുമായി നടത്തിയ തർക്കമുണ്ടായതിനു ശേഷമാണ് ഐവൻ അപകടത്തിൽപ്പെടുന്നതും മരണത്തിലേക്ക് നയിക്കുന്ന കാരണമായ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് തുടർന്നാണ് CISFന്റെ തന്നെ വാഹനം ഇടിച്ചിട്ട് തന്നെയാണ് ഐവൻ മരിച്ചതെന്ന് കണ്ടത്. ഇതേ തുടർന്നാണ് പോലീസ് ഈ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട് അത്രത്തോളം വളരെ നിസ്സാരമായ ഒരു കാര്യത്തിനാണ് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഐവിന്റെ മരണം ഒരു വാഹനാപകട മരണം എന്നുള്ള തരത്തിലായിരുന്നു നിഗമനം വന്നത്. പക്ഷെ അങ്ങനെയല്ല, 2 CISF ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇവർ മനഃപൂർവ്വം ഈ സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ വൈരാഗ്യത്തിൽ ഐവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. കല്ലാമൂല സ്വദേശി ഗഫൂറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, വളരെ ദാരുണമായ ഒരു സംഭവമാണ്. വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. നേരത്തെ തന്നെ കരുവാരുകുണ്ട് കേരള എസ്റ്റേറ്റ് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നു. ആ കടുവയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. തുടർന്ന് കടുവയെ ഈ മേഖലയിൽ നിന്ന് പിടികൂടണമെന്ന ആവശ്യവുമായിട്ട് നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഒട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കടുവയുടെ സാന്നിധ്യമോ പുലിയുടെ സാന്നിധ്യമോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ അടക്കാക്കുണ്ട് മേഖലയിൽ ടാപ്പിങ്ങിന് പോയ തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർ കടുവ ഇയാളെ പിടികൂടുന്നത് കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഗഫൂർ എന്നാണ് മരിച്ച തൊഴിലാളിയുടെ പേര്. ഇത് നിലമ്പൂർ വനമേഖലയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയുടെ മറുവശത്താണ് ഈ ഒരു മലനിരകളുള്ളത്. എത്തിച്ചേരാൻ അല്പം ദുർഘടമായ മേഖലയാണ്. അവിടേക്ക് ഈ വിവരമറിഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ഒക്കെ പോയിട്ടുണ്ട്. മൃതദേഹം അവിടെ നിന്ന് താഴേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഇതൊരു വനമേഖലയാണെങ്കിൽ പോലും ജനവാസ മേഖലകളോട് ചേർന്ന് കടുവയുടെയും മറ്റു മൃഗങ്ങളുടെയും സാന്നിധ്യം ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് നാട്ടുകാർക്ക് വലിയ ആശങ്ക തീർക്കുന്ന സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിലാണിപ്പോൾ ഒരു തൊഴിലാളി തന്നെ
വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അനുമോദ, അതാണ് ഈ കടുവാഭീതിയുടെ പരാതി ഈ അവിടുത്തെ ജനങ്ങൾ ഉന്നയിച്ചിട്ട് വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ആരംഭിച്ചിരുന്നോ? ആര്യ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൈലന്റ് വാലി മലനിരകളുടെ അല്ലെങ്കിൽ സംരക്ഷിത വനമേഖലയുടെ മറുവശത്തുള്ള പ്രദേശമാണ്. ഈ ഒരു മേഖലയിൽ വന്യമൃഗങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഒട്ടേറെ ഉണ്ടാകുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതായത് കൃത്യം നാട്ടിൽ ഒരിടത്ത് വന്യജീവികളെ കാണുന്ന പോലെയല്ല, കാടിനോട് ചേർന്ന് പ്രത്യേകിച്ച് സംരക്ഷിത വനമേഖലയുടെ പല ഭാഗങ്ങളായിട്ട് വന്യജീവികളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരിടത്ത് മാത്രം കൂട് വെച്ച് ഇതിനെ പിടികൂടാൻ കഴിയില്ല എന്നുള്ള വിശദീകരണമൊക്കെ ആയിരുന്നു അന്ന് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത് ജനമേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ അന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ വനത്തോട് ചേർന്ന് ഉള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതാണ് ഇവിടെ ആശങ്ക തീർക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു തൊഴിലാളിയുടെ ഒരു മനുഷ്യജീവൻ തന്നെ ഇവിടെ പൊലിഞ്ഞ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ മേഖലയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിലാണ് കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ജമ്മു കശ്മീരിലെ അവന്തിപ്പോറയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. അതേസമയം ജമ്മു കശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. കഡ്വ, സാംബ, രജൌരി, പൂഞ്ച് ജില്ലകളിലെ സ്കൂളുകൾ തുറന്നു. വിവിധയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്ന നടപടികൾ തുടരുകയാണ്. അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായെന്ന പ്രചാരണം രാജ്യാന്തര ആണവോർജ ഏജൻസി തള്ളി. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നിരവധി വിഷയങ്ങളുണ്ട്, പുതിയ അപ്ഡേറ്റ്സുകൾ വിഷയത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാകേഷ്, ഈ ജമ്മുകശ്മീരിലെ അവന്തിപ്പോറയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം. ഭീകരർക്കെതിരായ നടപടി കടുപ്പിക്കുകയാണ് സുരക്ഷാ സേന. ഇന്നിപ്പോൾ 48 മണിക്കൂറിനിടെ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് ജമ്മു കശ്മീരിൽ നടക്കുന്നത്. അതായത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഭീകരരുടെ സാന്നിധ്യം അവന്തിപ്പോറിലെ ട്രാൾ മേഖലയിൽ ഉണ്ട് എന്ന വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ജമ്മു കശ്മീർ പോലീസും CRPFും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതേ തുടർന്ന് ഭീകരർ ആദ്യം സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു എന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഭീകരർ തമ്പടിച്ചിരിക്കുന്ന കേന്ദ്രം വളഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഇവരെ പിടികൂടാൻ കഴിയും, കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിലും സമാനമായ രീതിയിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ട്രാൾ മേഖലയിലും അവന്തിപ്പോറയിലും സമാനമായ രീതിയിൽ ഭീകരരുടെ താവളം ഇപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാക്കാൻ സാധിക്കുകയും ചെയ്യും. ആര്യ. അതേസമയം തന്നെ രാകേഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിലേക്ക് അതിർത്തി പ്രദേശങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ള ആശ്വാസകരമായ സാഹചര്യം കൂടി ഉണ്ടല്ലോ. കട്വ, സാംബ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വിവിധ ഇടങ്ങളിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നത് അടക്കമുള്ള നടപടികളും തുടരുന്നുണ്ടല്ലേ? അതെ ആര്യ, വിവിധയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്ന നടപടികൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും പ്രത്യേകിച്ച് ഈ നിയന്ത്രണ രേഖയോടും അന്താരാഷ്ട്ര അതിർത്തിയോടൊക്കെ ചേർന്നുകൊണ്ടുള്ള പ്രദേശങ്ങളിൽ ഇത്തരം സ്ഫോടക വസ്തുക്കളൊക്കെ നിർവീര്യമാക്കുന്ന നടപടികൾ തുടങ്ങിയതാണ്. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും കഴിഞ്ഞ 5 ദിവസമായി ജമ്മു കശ്മീർ ശാന്തമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ, ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ ഏർപ്പെട്ടത് മുതൽ സാധാരണഗതിയിലേക്ക് മടങ്ങുകയാണ് ജമ്മു കശ്മീർ. സ്കൂളുകൾ പലതും ഇന്നലെ തുറന്നു. ഇന്ന് പ്രത്യേകിച്ച് സാംബ, കട്ടുവ അടക്കമുള്ള മേഖലകളിൽ സ്കൂളുകൾ തുറന്നു. കുട്ടികളൊക്കെ തന്നെ സ്കൂളുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാണ്. അത്തരത്തിൽ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മടങ്ങുകയാണ്. കാരണം നിയന്ത്രണ രേഖയിലാണ് വലിയ രീതിയിൽ ഷെല്ലിംഗ് അടക്കം നടന്നത്. ജനവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പാക് സൈന്യത്തിന്റെ ആക്രമണം. 20-ലധികം പേർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഏതായാലും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അതല്ല സാഹചര്യം. സാധാരണ നിലയിലേക്ക് കശ്മീർ മാറുകയാണ്. ഒപ്പം തന്നെ വൈഷ്ണോദേവി തീർത്ഥാടനത്തിന്റെ കാര്യത്തിലും ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം ചോപ്ര സർവീസുകളൊക്കെ തന്നെ നിർത്തിവെച്ചിരുന്നു. അതിപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജമ്മു കശ്മീരിലേക്ക് വൈഷ്ണോദേവിയിലേക്ക് അടക്കം എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഏതായാലും സർക്കാർ പ്രതീക്ഷിക്കുന്നത് സാധാരണ നിലയിലേക്ക് മടങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തേക്ക് എത്തും, ജമ്മു കശ്മീരിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ആര്യ. തീർച്ചയായും ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ ഈ അണുവായുധ കേന്ദ്രം തകർന്നു, കിരാന ഹിൽസിലെ ആക്രമണത്തിൽ എന്നുള്ള
ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഏത് തരത്തിലുള്ള പ്രതികരണമാണ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്? ഇന്ത്യയുടെ തിരിച്ചടി വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടൊരു തിരിച്ചടിയാണ് ഇന്ത്യ നടത്തിയത്. അത് പാക് അധിനിവേശ കശ്മീരിലുള്ള സൈനിക താവളം മുതൽ സിന്ധ് പ്രവിശ്യയിലെ സൈനിക താവളങ്ങൾ, ഏതാണ്ട് 11 സൈനിക താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. മറിച്ച് ജനവാസ കേന്ദ്രങ്ങളൊന്നും തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നില്ല. പക്ഷേ വലിയ രീതിയിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ അടക്കമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കിരാന കുന്നുകളിൽ ഇന്ത്യ ആക്രമിച്ചു. അവിടെയാണ് വലിയ ആയുധശേഖരമുള്ളത്. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ആണവ ചോർച്ച ഉണ്ടായ തരത്തിലുള്ള പ്രചാരണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സജീവമായിരുന്നു. ഏതായാലും രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത്തരമൊരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അത്തരം പ്രചാരണം തെറ്റാണെന്ന പ്രതികരണമാണ് ഇപ്പോൾ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ ഭാഗത്ത് തന്നെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് വന്നത്. കാരണം പാക് സർക്കാരിനേക്കാൾ ഉപരിയായി സാമൂഹ്യ മാധ്യമം പ്രത്യേകിച്ച് ട്വിറ്ററിലടക്കം തന്നെയാണ് വലിയ രീതിയിൽ ഇത്തരം പ്രചാരണം നടത്തിയത്. ആണവ ചോർച്ചയുണ്ട്, ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ ആണവ ചോർച്ച ഉണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നത്. അതേതായാലും ഈ ഘട്ടത്തിൽ തള്ളിക്കളയുകയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ആര്യ. യെസ്, രാഗേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തുടരുക. മറ്റൊരു വാർത്ത കൂടി ഉണ്ട്. മണിപ്പൂരിൽ 10 വിഘടനവാദികളെ വധിച്ച് സുരക്ഷാ സേന. മ്യാൻമർ ജില്ലയോട് ചേർന്നുള്ള ചന്ദേൽ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. അതിർത്തി പ്രദേശമാണ്, അതായത് മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതായത് ചാന്ദേൽ ജില്ലയിലെ സംതാൽ ഗ്രാമം, അവിടെയാണ് ഇത്തരത്തിൽ വിഘടനവാദികളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത്തരമൊരു വിവരം, രഹസ്യ വിവരം അധികൃതർക്ക് പ്രത്യേകിച്ച് സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരച്ചിൽ നടത്തുകയത്. ഏതായാലും അത് പിന്നീട് ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈസ്റ്റേൺ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതായത് 10 വിഘടനവാദികളെ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ സൈന്യത്തിന്റെ തന്നെ ഈസ്റ്റേൺ കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈസ്റ്റേൺ കമാൻഡ് എന്ന് പറയുന്നത് കൊൽക്കത്ത ആസ്ഥാനമായി, പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ ചുമതല ഈസ്റ്റേൺ കമാൻഡിനാണ്. ഈസ്റ്റേൺ കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ സംതാൾ ഗ്രാമത്തിൽ വെച്ച് 10 വിഘടനവാദികളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. മാത്രമല്ല വലിയ ആയുധ ശേഖരവും ഇവിടെ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത്, സംതാൾ ഗ്രാമം എന്ന് പറയുന്നത് മ്യാൻമറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. സ്വാഭാവികമായും മ്യാൻമറിനടക്കം ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടാകാം. ഏതായാലും വലിയ ആയുധ ശേഖരവും ഇവിടെ നിന്ന് കണ്ടെത്തി എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സൈന്യം ഔദ്യോഗികമായി തന്നെ. ഏതായാലും കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ടെന്നൊരു നിഗമനമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രദേശത്ത് തെരച്ചിലും ഊർജിതമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ആര്യ. തീർച്ചയായും. രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തയിലേക്ക് കടന്നാൽ, ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച രാഷ്ട്രപതി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് ദ്രൗപദി മുർമു കോടതിയോട് 14 ചോദ്യങ്ങൾ ചോദിച്ചത്. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്നും ചോദിക്കുന്നു. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി കോടതിയോട് ചോദിക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് നിയമവഴിയിലെ സവിശേഷമായ ഒരു സാഹചര്യം അല്ലേ? ആര്യ, തീർച്ചയായും. അതായത് നീതിന്യായ ചരിത്രത്തിൽ നിർണായകമാകുന്ന നീക്കത്തിനാണ് ഇപ്പോൾ രാഷ്ട്രപതി തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാനമായും 14 ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയോട് ഈ 141(1) അനുച്ഛേദ പ്രകാരം പ്രസിഡൻഷ്യൽ റഫറൻസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രാഷ്ട്രപതി ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ? ഒപ്പം തന്നെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ ഭരണഘടനാപരമായ വിവേചനം അധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ? ഒപ്പം തന്നെ ഭരണഘടനയുടെ 361-ാം അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ഈ തീരുമാനങ്ങൾക്ക് ബാധകമല്ലേ? ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ ഗവർണർമാർക്ക് സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധിയും എങ്ങനെ തീരുമാനമെടുക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ രാഷ്ട്രപതി തന്നെ ചോദിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഭരണഘടനയുടെ 201-ാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി ഭരണഘടനാപരമായ വിവേചനാധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ? കൂടാതെ രാഷ്ട്രപതിക്കും ഗവർണർമാരുടെയും ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളും ഒപ്പം തന്നെ ഉത്തരവുകളും മറികടക്കാൻ അനുച്ഛേദം 142 പ്രകാരം കോടതിക്ക് കഴിയുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രധാനം ഉന്നയിക്കുന്നത്. അതിലായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കിക്കാണാം.
വേണ്ടത്. അതായത് മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മുടെ സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങളുണ്ട്. അതായത് ചില പല നിയമങ്ങളും പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥ ഭരണഘടനയുടെ ഭാഗത്തു നിന്നുമുണ്ട്. 142 അനുച്ഛേദ പ്രകാരമാണ് ഇത്തരത്തിലൊരു വ്യവസ്ഥ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതിക്ക് പല നിയമങ്ങളും പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ അത് നിലനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ദ്രൗപദി മുർമു ചോദിക്കുന്നു. ഒപ്പം തന്നെ ഭരണഘടന പറയാത്ത കാര്യങ്ങൾ അതിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു മുമ്പ് തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു രണ്ടംഗ ബെഞ്ച് ഇക്കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിക്കുന്നത്. അതിനുശേഷം പലരും രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം ഇതിന് ഒരു പുനഃപരിശോധന ഹർജി നൽകാനുള്ള ഒരു സാധ്യത കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പുനഃപരിശോധന ഹർജി കേന്ദ്രം സമർപ്പിക്കുകയാണെങ്കിൽ ആ ഹർജി ഇതേ ബെഞ്ചിന് മുന്നിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ബെഞ്ച് തന്നെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിലൊരു അനുകൂല ഉത്തരവ് ലഭിക്കാൻ സാധ്യത കുറവാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു അത്തരത്തിലൊരു സാധ്യതയിലേക്ക് കേന്ദ്രം കടക്കാതിരിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം തന്നെ നിയമമന്ത്രി അർജുൻ മേഘ്വാളും കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് സുപ്രധാനമായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കം രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പുറപ്പെടുവിച്ചിരിക്കുന്ന രണ്ടംഗ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഭാവികമായും സുപ്രീം കോടതിക്ക് സ്റ്റേ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം പ്രസിഡൻഷ്യൽ റെഫറൻസ് ആണ് ഈ കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശാല ബെഞ്ച് രൂപീകരിച്ച് ഭരണഘടനാ തരത്തിലേക്ക് ഈ വിഷയങ്ങൾ മാറ്റി ഇതിനെ മറികടക്കാനുള്ള ശ്രമമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. എന്തായാലും ഇനിയുള്ള ഘട്ടങ്ങൾ അത് വളരെ നിർണായകമാണ് ഈ ഒരു വിഷയത്തിൽ. തീർച്ചയായും ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ നീതിന്യായ വഴിയിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട അതേസമയം സവിശേഷമായ ഒരു സാഹചര്യം, ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് രാഷ്ട്രപതി. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രിയും ബി.ജെ.പി. നേതാവുമായ വിജയ് ഷായ്ക്കെതിരെ കേസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ഭീകരരുടെ സഹോദരി എന്നാണ് വിജയ് ഷാ സോഫിയ ഖുറേഷിയെ വിശേഷിപ്പിച്ചത്. അതേസമയം സംഭവത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ റിപ്പോർട്ട് തേടി. ഇ.ആർ. രാഗേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇ.ആർ., ഒടുവിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ തന്നെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വിഷയത്തിൽ. മന്ത്രിസ്ഥാനം തെറിക്കാനുള്ള സാധ്യതയുണ്ടോ? യെസ്, ഇ.ആർ. രാഗേഷിലേക്ക് നമുക്ക് എത്താം. എന്തായാലും മധ്യപ്രദേശ് മന്ത്രിക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ഭീകരരുടെ സഹോദരി എന്നാണ് വിജയ് ഷാ സോഫിയ ഖുറേഷിയെ വിശേഷിപ്പിച്ചത്. വലിയ തരത്തിൽ വിവാദമായതാണ്. ഇ.ആർ. ചേരുന്നുണ്ട്. ഇ.ആർ., തുടർന്നോളൂ. ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി തന്നെയാണ് കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും ഒക്കെ തന്നെ അവതരിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മധ്യപ്രദേശ് മന്ത്രി തന്നെ ആ ഓപ്പറേഷന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ അതിന്റെ ദൈനംദിന സൈനിക നടപടി വിശദീകരിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പരാമർശമായിക്കൊണ്ട് രംഗത്ത് വന്നത്. ഇത് വലിയ ക്ഷീണം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കിയെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ സോഫിയ ഖുറേഷിയുടെ വീട്ടിലേക്ക്, അതായത് അവരുടെ തറവാട് വീട് മധ്യപ്രദേശിലെ ഛത്തർപൂരിലാണ്, അവിടേക്ക് ബി.ജെ.പിയുടെ സംഘം, പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജെ.പി. നഡ്ഡയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആദ്യഘട്ടത്തിലൊന്നും തന്നെ നടപടിയെടുക്കാൻ ബി.ജെ.പി. പ്രത്യേകിച്ച് സംസ്ഥാന ബി.ജെ.പി. തയ്യാറായിരുന്നില്ല. മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ അദ്ദേഹത്തോട് അകലം പാലിച്ചു, വിജയ് ഷായോട് അകലം പാലിച്ചെന്ന വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ കടുത്ത വിമർശനം ശക്തമായി കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ വന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തടക്കം നീക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ജെ.പി. നഡ്ഡ സ്വീകരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഹൈക്കോടതിയാണ് എഫ്ഐആർ ഇടാൻ, കേസെടുക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം നൽകിയത്. മാത്രവുമല്ല, വൈകിട്ട് 6 മണിക്ക് മുമ്പായി നടപടി ഉണ്ടാകണം, കേസെടുക്കണം നിർദ്ദേശമാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ രാത്രി 11:10 കൂടിയാണ് പോലീസ് എഫ്ഐആർ ഇട്ടത്. ഏതായാലും വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ട് 5 വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ ഇയാൾക്കെതിരെ, വിജയ്
ഷാക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അതായത് സെക്ഷൻ 152, 196(1), 197(1) അങ്ങനെ 5 വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത നടപടി എന്തായിരിക്കുമെന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ളവർ ഇത് വലിയ തോതിൽ ആയുധമാക്കുന്നുണ്ട്. അതായത് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത്തരമൊരു നടപടിയിലേക്ക് BJP കടന്നേക്കും, BJP ദേശീയ നേതൃത്വം കടന്നേക്കുമെന്ന സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണെന്ന പരാമർശം നടത്തി തടിയൂരാനുള്ള ശ്രമമായിരുന്നു വിജയ് ഷായുടെ ഭാഗത്തുനിന്നുണ്ടായതെങ്കിൽ ഇന്നലെ മാപ്പ് പറയാൻ വിജയ് ഷാ തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് നേതൃത്വത്തിന്റെ ഒക്കെ ഇടപെടലും വിമർശനവും ഒക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായ ഘട്ടത്തിലാണ് അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത്. അപ്പോൾ ഇനി എന്താണ് ദേശീയ നേതൃത്വം കൈക്കൊള്ളുക നിർണായകമാണ്. ഒപ്പം സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിലും വരും മണിക്കൂറുകളിൽ വ്യക്തത വരും. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിനെ BJP രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് കോൺഗ്രസ്. സൈനിക നടപടിയെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ BJP ശ്രമിക്കുകയാണെന്ന് മുതിർന്ന പാർട്ടി നേതാക്കളുടെ യോഗത്തിന് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജയ് ഹിന്ദ് റാലികൾ നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. जिस तरीके से पार्टी श्रेय लेना चाह रही है, राजनीतिकरण कर रही है, खुले तौर से राजनीतिकरण हो रहा है और पार्टी का ब्रांड और खास तौर से एक व्यक्ति का ब्रांड जिसका ब्रांड एक्सपायरी डेट हो चुका है, उसको नई जान फूंकने के लिए उनमें ये नया ब्रांड अपनाया जा रहा है. इसको मद्देनजर रखते हुए അതേസമയം വാർത്താ സമ്മേളനത്തിനിടെ തുർക്കിയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനത്തെക്കുറിച്ച് ഉള്ള ചോദ്യം ഒഴിവാക്കി കോൺഗ്രസ്. ജയറാം രമേശും പവൻ ഖേരയും മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. ഇരുവരും പരസ്പരം മൈക്ക് കൈമാറാനും ശ്രമിച്ചു. വിഷയം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു പവൻ ഖേരയുടെ മറുപടി. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിൽ അടക്കം കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനം നടത്തിയ ശശി തരൂർ MPക്ക് പാർട്ടി യോഗത്തിൽ വിമർശനം. തരൂർ പാർട്ടി നിലപാടാണ് പറയേണ്ടത്. പാർട്ടി നിലപാട് ശശി തരൂർ പൊതുസമൂഹത്തോട് വിശദീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. തരൂർ പറഞ്ഞതല്ല പാർട്ടിയുടെ അഭിപ്രായമെന്ന് ജയറാം രമേശ് പരസ്യമാക്കി. शशि थरूर साहब का एक एक्स पर पोस्ट था जिसमें उन्होंने डिसअपॉइंटमेंट बताया, जैसे ट्रंप ने सीज फायर का ऐलान किया. उसमें उन्होंने भी कहा इंडिया विल नेवर डू दैट, विल नेवर सीक अ इंटरवेंशन फ्रॉम थर्ड कंट्री. तो क्या जल्दबाजी की थरूर साहब ने ऐसा स्टेटमेंट कहकर? वो उनकी राय है. जब थरूर साहब बोलते हैं वो पार्टी की राय नहीं होती है. വിവാദ പ്രസംഗവുമായി ജി സുധാകരൻ. CPM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ. 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവിദാസിന് വേണ്ടിയാണ് കൃത്രിമം നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ പറഞ്ഞു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ജി സുധാകരന്റെ വിവാദ പ്രസംഗം. ഇന്നത്തെ സ്ഥിതി നോക്കണം, പോരായ്മകൾ പരിഹരിക്കണം. ആദ്യകാല പ്രവർത്തകരുടെ പ്രവർത്തനവും അനുഭവങ്ങളും അതിന് ആവേശം നൽകുമെന്നുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ യോഗം വിളിച്ചുകൂട്ടിയത്. അല്പം തന്നെ അല്പം ദീർഘിച്ചുപോയി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയാനുള്ളൂ, ഈ ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ NGOയുടെക്കാർ വേറെയാണ് വോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയത്തില്ല, ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലെ തരുന്നത് നമ്മുടെ കയ്യിൽ. നമ്മുടെ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാം MSCTയുടെ വലിയ നേതാവായിരുന്ന KSD ജനറൽ സെക്രട്ടറി ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല. അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടുന്ന് രാമേന്ദ്രൻ പിള്ള എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഏറ്റുവാങ്ങണം. വെറും 11,000 വോട്ടിനാണ് തോറ്റത്. സുജാത 70,000 വോട്ടിന് തോറ്റെടുത്ത്, ആരിഫ് 70 തോറ്റെടുത്ത് വെറും 11,000 തോറ്റത്. അത്ര വലിയ പ്രവർത്തനമായിരുന്നു. എന്റെ ഗുരുദാസരുടെ ഓട്ടെന്നും പറഞ്ഞൊരു ഇതടിച്ച് എല്ലാ വീടിന്റെ ഭിത്തിയാലും ഒപ്പിച്ചു കൊടുത്തു. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ്, അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്.
അവയെല്ലാം ദേശീയാഭിവൃദ്ധി ഞങ്ങൾ പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായല്ലേ? അതൊക്കെ തെറ്റായ കാര്യം. NGO-യിൽപ്പെട്ടവരെല്ലാം എടുത്തോണ്ടെന്ന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടന ഇത് പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയ്ക്ക് ഏത് പാർട്ടിപ്പെട്ടവർക്കും ചെയ്യാം. അതങ്ങനെ പറയണം. ഞാൻ ഇന്നാർക്കാ വോട്ട് ചെയ്യുന്നത്. അതിനെന്താ പറഞ്ഞ ബഹുജന സംഘടനയിൽപ്പെട്ടവരെല്ലാം CPM-ന്റെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ. ഇവിടെ 100% ചെയ്യുന്നുണ്ട്. എവിടെയാണ്? വർഷം മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിന് വേണ്ടി കൃത്രിമം നടത്തി എന്നാണ് പരസ്യമായി ഒരു വേദിയിൽ G. സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, വീണ്ടും അപ്രിയ പരാമർശങ്ങൾ നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണോ G. സുധാകരൻ? കഴിഞ്ഞ ദിവസം നടന്ന NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിലാണ് G. സുധാകരൻ ഇങ്ങനെ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. 36 വർഷം മുമ്പ് ആലപ്പുഴയിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ, അതായത് NGO യൂണിയൻ നേതാവ് കൂടിയായിരുന്ന K. ദേവദാസ് മത്സരിക്കുന്ന സമയത്ത് NGO യൂണിയനിൽ പെട്ട ആളുകൾ വോട്ട് ചെയ്ത വോട്ടുകൾ, തപാൽ വോട്ടുകൾ പാർട്ടിയെ ഏൽപ്പിച്ചിരുന്നു. അന്ന് ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി താനായിരുന്നു. ആ ഘട്ടത്തിൽ ആ വോട്ടുകൾ തങ്ങൾ പരിശോധിച്ചിരുന്നു എന്നുള്ളതും അതിൽ തിരുത്തലുകൾ വരുത്തി എന്നുമുള്ള ഒരു വിവാദ പ്രസ്താവനയാണ് G. സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യം തിരഞ്ഞെടുപ്പ് വരുന്നു. NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ പരമാവധി എല്ലാവരും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ NGO യൂണിയൻ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും 90% NGO യൂണിയൻ അംഗങ്ങൾ വോട്ട് ചെയ്യാറുണ്ട്, ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ചിലർ അങ്ങനെയല്ല ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. മാത്രമല്ല, അത്തരത്തിലൊരു ഇപ്പോൾ വോട്ട് അത് തമാശയായി കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വോട്ട് നേതാക്കന്മാരുടെ കയ്യിൽ കൊടുക്കരുത്, നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്തോളൂ. ഒരുപക്ഷെ നേതാക്കന്മാരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ അത് പൊട്ടിച്ചു നോക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തിരുത്തലുകൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ തമാശ രൂപേണ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലെങ്കിൽ തപാൽ വോട്ടുകൾ കൃത്യമായി നേരിട്ട് അയക്കണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. എന്നാലും അദ്ദേഹം NGO യൂണിയനെ വിമർശിക്കുന്ന രീതിയിലാണ് അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും അത് നിയമപരമായി അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. കാരണം ഒരു തിരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 18,000 വോട്ടിനാണ് അന്ന് K. ദേവദാസ് പരാജയപ്പെടുന്നത്. എല്ലാ കാലത്തും LDF-ന് വലിയ മാർജിനിൽ തോൽവി ഉണ്ടാകുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴ. അവിടെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ മാർജിനിലാണ് അദ്ദേഹം തോറ്റതെന്ന് ചൂണ്ടിക്കാട്ടി പറയുമ്പോഴും NGO യൂണിയനിലെ വോട്ടുകൾ കൃത്യമായി പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടാറില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വിമർശനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആര്യ, ശരണ്യ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കേസെടുത്താലും കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിൽ ഇതിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ടല്ലോ. ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ടോ ഇതിനോടകം ഈ വിഷയത്തിൽ? അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് CPI-യുടെ നേതാവായിരുന്ന NGO യൂണിയൻ നേതാവ് K. ദേവദാസ് ആണ് ഇവിടെ മത്സരിച്ചിരുന്നത്. അന്ന് ഇത്തരത്തിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി താനായിരുന്നു ചുമതല വഹിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി ഓഫീസിൽ വെച്ച് തുറന്നു നോക്കി എന്നുള്ള കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് ഈ പറഞ്ഞ സ്ഥലങ്ങളെയൊക്കെ തന്നെ വെട്ടിലാക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുമോ എന്ന് വേണം നോക്കിയിരുന്ന് കാണാൻ. അത് മാത്രമല്ല, ഇതിനകത്ത് സാധാരണഗതിയിൽ നമുക്കറിയാം G. സുധാകരൻ ഇത്തരത്തിൽ ഉള്ള തുറന്നു പറച്ചിലുകളും വിവാദപരമായ കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പ്രതികരണങ്ങളിലും ഒക്കെ സാധാരണഗതിയിൽ തന്നെ വരാറുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായ എന്തെങ്കിലും നടപടികളിലേക്ക് ഇത് പോകുമോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. എന്തായാലും നിലവിൽ പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചോ ഇതിനൊരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ആര്യ, ശരണ്യ, ഒരു കാര്യം കൂടി. യെസ്, ശരണ്യയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് A. ഷുക്കൂർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷുക്കൂർ,
36 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ജി സുധാകരൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ അട്ടിമറിച്ചു എന്നുള്ള ഒരു വെളിപ്പെടുത്തലല്ലേ ആ പരസ്യവേദിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും ജി സുധാകരൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്ന കാര്യത്തിൽ CPM എല്ലാ കാലത്തും മുന്നിലായിരുന്നു. എല്ലാ കാലത്തും. ഇപ്പോഴെന്നല്ല, 57 മുതലുള്ള ജനാധിപത്യ പ്രോസസ്സ് നമ്മൾ പരിശോധിച്ചാൽ അവിടെ എല്ലായിടത്തും കാണാൻ കഴിയുന്നത് ഈ അട്ടിമറിയിലൂടെ അല്ലെങ്കിൽ കൃത്രിമത്തിലൂടെ എങ്ങനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാം എന്നുള്ളതിന്റെ എത്രയോ കാര്യങ്ങൾ പല കോടതികളിലും അത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സത്യസന്ധമായി ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ജി സുധാകരനെ പോലുള്ള ഒരാൾ കാണിച്ച ആ തന്റേടത്തെ എനിക്ക് സത്യത്തിൽ വളരെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ട ഉത്തരവാദിത്തം ആ രൂപത്തിൽ സത്യസന്ധവും സുതാര്യവുമായിരിക്കണം തന്റെ പൊതുപ്രവർത്തനം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി സുധാകരന്റെ ഈ നടപടിയെ ഞാൻ കാണുകയാണ്. എന്തായാലും ഇങ്ങനെ കൃത്രിമ മാർഗം ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ഇരട്ട വോട്ടുകളാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞത്. അതിന്റെ ഒരു വലിയ പ്രോസസ്സിലേക്ക് അവിടുത്തെ സ്ഥാനാർത്ഥിയായ ശ്രീ അടൂർ പ്രകാശ് പോയതിന്റെ ഫലമായിരുന്നില്ലേ? അതുകൊണ്ട് എന്തുണ്ടായി? പല സ്ഥലത്തും അതുപോലെ ഇരട്ട വോട്ടുകൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ടായി. ഇടക്കാലത്ത് അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എതിർത്തു. പക്ഷെ കോടതികളിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ജനാധിപത്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഏതൊരാളും ചെയ്യേണ്ടത്. അത് സുധാകരൻ ചെയ്തിരിക്കുന്നു. ഇപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. ഈ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഈ പൊതുലോകം അറിയേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായ ജനാധിപത്യ പ്രക്രിയയിലെ കൃത്രിമങ്ങൾ, അട്ടിമറികൾ, പരാജയപ്പെടാൻ പോകുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള കുതന്ത്രം, ഇതെല്ലാം കുതന്ത്രം രാഷ്ട്രീയ ശൈലിയുടെ മറ്റൊന്നായിട്ട് എടുക്കാമെങ്കിലും അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തുക എന്നുള്ളത്, ഇത് തപാൽ വോട്ടുകൾ പൊട്ടിച്ച് അത് മറ്റൊരു രൂപത്തിലേക്ക് ആക്കുക എന്നുള്ള ഒന്നല്ലേ? ഇതുപോലെ തന്നെയാണ് മരണപ്പെട്ടു പോയവരുടെ വോട്ടുകൾ ചെയ്യാൻ അതിമിടുക്ക്. അങ്ങനെ നിരവധി ഇരട്ട വോട്ടുകൾ ബോധപൂർവ്വം ഉണ്ടാക്കി അത് ചെയ്ത് ചേർക്കാനുള്ള വ്യഗ്രത, ഇതെല്ലാം ജനാധിപത്യത്തെ തകർക്കുന്ന ഒന്നാണ്. സത്യത്തിൽ യഥാർത്ഥ വിജയികളെ പരാജയപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ളത് വ്യക്തമായില്ല ഇപ്പോൾ. ശ്രീ AR ഷുക്കൂർ, എന്തായാലും തുറന്നു പറഞ്ഞതിൽ താങ്കൾ അഭിനന്ദനം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒതുക്കാനാണോ അതോ നിയമപരമായി മുന്നോട്ട് നീങ്ങുമോ പാർട്ടി? ഒന്നുമില്ല, നിയമപരമായി ഞങ്ങൾ KPCC തലത്തിൽ ആലോചിച്ച കാര്യങ്ങൾ തീരുമാനിക്കും. ഇത്തരത്തിലുള്ള എത്രയോ അതിക്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എനിക്കറിയാം 99% വോട്ട് രേഖപ്പെടുത്തിയ ഒരു പോളിംഗ് സ്റ്റേഷൻ 99% വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കൈനകരി ഭജനമടം ബൂത്തിലുണ്ടായി ഒരു ഘട്ടത്തിൽ. അവസാനം ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ ഞങ്ങൾ ഇടപെട്ടപ്പോ അത് എണ്ണണ്ടായെന്ന് തീരുമാനിച്ചു. റിസൾട്ട് പറയുകയാണ് ചെയ്തത്. ശ്രീ വക്കമുഷത്തോന്റെ തെരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നുന്നു KV ദേവദാസുമായിട്ടുള്ള മത്സരമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ 99 മരിച്ചുപോയവരില്ലേ, സ്ഥലത്തില്ലാത്തവരില്ലേ, ഈ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് വോട്ട് ചേർത്തപ്പെട്ടവരില്ലേ, ഇവര് വന്ന് വോട്ട് ചെയ്യുകയാണ്. മരിച്ചുപോയവരൊന്ന് വോട്ട് ചെയ്യുകയാണ്. ഭജനമഠം ബൂത്ത് എന്ന് പറയുന്നത് CPM-ന്റെ ഗ്രാമങ്ങളിലൊന്നാണ്, കണ്ണൂർ പോലെ. അപ്പൊ ഇത് CPM അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആ രൂപത്തിൽ ഇത്രയും എന്താ പറയുക കുറ്റകരമായ ഏറ്റവും തീവ്രമായ രൂപത്തിൽ ഇത്തരത്തിൽ അതിക്രമങ്ങൾ ചെയ്യില്ല. UDF പ്രവർത്തകരെ ബൂത്തിലിരുത്തത്തില്ല, അടിച്ചോടിക്കും. എത്രയോ പേര് ഈ കൈനഗിരിന്റെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ്. ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ എത്രയോ സ്ഥലങ്ങൾ. അത് അത്തരത്തിൽ അതിക്രമങ്ങളുടെ നാളുകളായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇത് പുറത്തു വന്നത് നന്നായി. ഇത്തരം കാര്യങ്ങളിൽ പൊതു സമൂഹത്തിന് കൂടി ഈ കൃത്രിമത്വം നടത്തുന്നത് ബോധ്യപ്പെടുന്ന ഒന്നായി മാറുകയല്ലേ. അത് നന്നായി. തീർച്ചയായും വളരെ നന്ദി ശ്രീ A ഷുക്കൂർ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ശരണ്യ, എന്തായാലും പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു വടി അത് സുധാകരൻ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. പല സമയത്തും പല ഘട്ടങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വിവാദമായ പല പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുമുണ്ട്.
ഇത് ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിച്ചു എന്ന് പരസ്യമായി ഒരു വേദിയിൽ അംഗീകരിക്കുകയാണ്, സമ്മതിക്കുകയാണ്. അത് പാർട്ടിക്ക് ചെറുതല്ലാത്ത വലിയ ക്ഷീണമുണ്ടാക്കും. വലിയ വിവാദവും വരുന്ന മണിക്കൂറിലൊക്കെ ഈ വിഷയത്തിൽ ഉയരാനുള്ള സാധ്യതയുമുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും ഭവ്യ, ഇത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിയമപരമായി നടക്കേണ്ട പ്രക്രിയയ്ക്കകത്ത് ഒരു അട്ടിമറി നടന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തുറന്നു പറച്ചിലുകളും ഒപ്പം തന്നെ മുഖം നോക്കാതെയുള്ള ചില കാര്യങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ അത് ആ രീതിയിൽ ഇപ്പോൾ ഷുക്കൂറിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, അത് ജി സുധാകരൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. കാരണം ഇത്തരം ഒരു തുറന്നു പറച്ചിലുകൾ പല ഘട്ടങ്ങളിലും നടത്തുകയും ഒപ്പം തന്നെ ചിലപ്പോൾ വിവാദങ്ങളിൽ അകപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചില്ല മറ്റൊരു രീതിയിലേക്ക് അവർ കണക്ക് കൂട്ടിയിട്ടില്ല എന്ന് വേണം ഷുക്കൂറിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷെ അതേസമയം തന്നെ ഇതൊരു നിയമപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് തീർച്ചയായും നിയമപരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത്തരത്തിൽ നിയമാനുസൃതം നടക്കേണ്ട ഒരു സംഭവത്തിനകത്ത് ഒരു തിരുത്തൽ നടത്തപ്പെട്ടു എന്നുള്ളൊരു തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നു. അതിനെ ഇനി മറ്റു രീതിയിൽ അത് പ്രതിപക്ഷമടക്കം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് നോക്കിയിരുന്ന് കാണേണ്ടത്. കാരണം ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വോട്ട് തിരുത്തപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും അത് പാർട്ടി ഓഫീസിൽ വെച്ച് നടന്നു എന്ന് പറയുമ്പോഴും അതിനകത്ത് പല നിയമപ്രശ്നങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അത്തരം നിയമപ്രശ്നങ്ങൾക്ക് പിന്നാലെ ആരെങ്കിലും പോകുമോ എന്നുള്ളത് വേണം കാത്തിരുന്ന് കാണാൻ. അതോ ജി സുധാകരൻ തുടർച്ചയായും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വിവാദ പ്രസ്താവനകളിലെ പലപ്പോഴും അദ്ദേഹം വിവാദ പ്രസ്താവനകൾ നടത്താറുണ്ട്. വിവാദ പ്രസ്താവനകളുടെ ഒന്നായി കണക്കാക്കിയതിനെ വിടുമോ എന്ന് തുടരുക ദയവായി. ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ സന്ദീപ് വാര്യർ കൂടി ചേരുകയാണ്. സന്ദീപ് വാര്യർ, താങ്കൾ കേട്ട് കാണും ഈ പ്രസംഗം എന്ന് കരുതുകയാണ്. 36 വർഷം മുമ്പാണെങ്കിലും ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിന് വേണ്ടി തപാൽ വോട്ടിൽ തിരുത്തൽ നടത്തി, കൃത്രിമം നടത്തിയെന്നാണ് വലിയ ഒരു വെളിപ്പെടുത്തലാണ്. ഗുരുതരമായ വിഷയം തന്നെയാണ് സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കേസെടുത്താലും കുഴപ്പമില്ലെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയാവുന്നിടത്തോളം ഇത് ജി സുധാകരൻ അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് മാത്രം ചെയ്ത കാര്യമായിട്ട് തോന്നുന്നില്ല. മറിച്ച് CPM സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി അവർ സംഘടനാപരമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് നിരന്തരമായി ചെയ്യുന്നതാണ്. കേരളത്തിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലെ പോസ്റ്റൽ ബാലറ്റുകളാണെങ്കിലും തെരഞ്ഞെടുപ്പ് തന്നെയാണെങ്കിലും അട്ടിമറിക്കുന്ന ഒരു സ്ഥിരം സംവിധാനം CPM-നുണ്ട് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള കാര്യമല്ലേ. കേരളത്തിൽ എവിടെയാണ് ഇത് നടക്കാതിരുന്നിട്ടുള്ളത്? അപ്പം കേരളത്തിലും ബംഗാളിലും ഒക്കെ CPM തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടി, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ CPM-ന്റെ സമുന്നത നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഒരാൾ തുറന്നു പറയുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സിവിൽ സൊസൈറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടിയോ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയോ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നഗ്നമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ പരിശ്രമങ്ങൾ അത് കണ്ണൂർ ജില്ലയിലടക്കം കേരളത്തിലെ എത്രയോ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് തെരഞ്ഞെടുപ്പൊന്നുമല്ല, ഒരു സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഏത് തെരഞ്ഞെടുപ്പായാലും CPM ഇതുപോലെ ആ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു പരസ്യമായിട്ടുള്ള കാര്യം. ശ്രീ സന്ദീപ് വാര്യർ, ഇതിപ്പോൾ പ്രമുഖ നേതാവിന്റെ ഭാഗത്തു നിന്ന്, പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഈ വാക്കുകൾ വന്നിട്ടുള്ളത്. മുൻ മന്ത്രിയുടെ വാക്കുകളാണ്. ഈ വിഷയത്തെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യും കോൺഗ്രസ്? അതായത് ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഈ വാർത്ത സംബന്ധിച്ച് എനിക്കറിയുന്നത്. ഞാൻ ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു ജനാധിപത്യപരമായ വശം പറഞ്ഞു. ഞാൻ എത്രയോ തവണ നേരിട്ടും ഇത്തരം കാര്യങ്ങൾ CPM-കാർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കേരളത്തിൽ ഉടനീളം കണ്ടിട്ടുണ്ടല്ലോ. ഇത് പുതിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPM സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ സ്ഥിരീകരണം പാർട്ടിയുടെ ഒരു നേതാവിൽ നിന്നുണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളൂ. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഈ വിഷയത്തോട്? അല്ല, ഇത് വളരെ ഗൗരവമായി നമ്മൾ വിലയിരുത്തേണ്ട, വിശകലനം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് CPM-ന്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവ്, കേരളത്തിലെ മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, കേരളത്തിലെ CPM-ന്റെ സംഘടനാ തലത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവിന്റെ തുറന്നു പറച്ചിലാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, നടപടി നേരിടാൻ താൻ തയ്യാറാണ് എന്ന നിലയിലുള്ള സൂചനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കുറ്റം
അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇത് എല്ലാ കാലത്തും ഞങ്ങളൊക്കെ ആരോപിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് എണ്ണുന്ന സമയത്ത് അത്തരത്തിലുള്ള വോട്ടിംഗ് മെഷീൻ വരുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് എല്ലാ തരത്തിലുള്ള ക്രമക്കേടുകളും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി CPM-ന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് വൈകിയാണെങ്കിലും അദ്ദേഹം തുറന്ന് സമ്മതിച്ചത് എത്രയോ നന്നായി എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. പക്ഷേ അത് ഈ വിഷയത്തിന്മേൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് പോലെ, കാരണം അതല്ലെങ്കിൽ നാളുകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. നിയമപരമായി നിയമ നടപടിയെടുത്ത് അതിനകത്ത് കുറ്റക്കാരെ കൃത്യമായി ശിക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ the very purpose of the democracy will be failed. ഇപ്പൊ ഇതുവരെ നടന്നിട്ടുള്ളത് അത് തന്നെയാണ്. ഇപ്പൊ നിസ്സാര വോട്ടിനൊക്കെ ചെറിയ മാർജിനിലൊക്കെ CPM-ന്റെ ആളുകൾ വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഒരു ഉന്നതനായ നേതാവ് പോലും താൻ ഇതിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ താഴെയുള്ള ആളുകളെ എത്രത്തോളം ഇടപെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു വലിയ പൊളിച്ചെഴുത്ത് ഇവിടെ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഗൗരവമായ വിഷയമാണിത്. ഇതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷും ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി മാറിയിരിക്കുന്ന MA ബേബിയും ഒക്കെയാണ്. ഇത് ഇവരെ എന്ത് മെസ്സേജാണ് ഈ കൊടുക്കുന്നത്? ഓരോ തവണയും ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള നിലപാടുകളാണ് ഇവർ എടുത്തിട്ടുള്ളത്? അപ്പൊ ഇത് ഒരു തുറന്നു പറച്ചിലിന്റെ ഒരു തുടക്കം മാത്രമായി ഞാൻ കാണുകയാണ്. സത്യസന്ധരായ CPM-ന്റെ ആളുകൾ, പ്രവർത്തകർ, നേതാക്കൾ, ഇതുപോലെ വളരെ ക്രെഡിബിലിറ്റിയുള്ള ഒരു നേതാവാണ് ശ്രീ G. സുധാകരൻ. അദ്ദേഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിയ അംഗീകാരമുള്ള ഒരു മാന്യനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരും ഇത് തുറന്നു പറയുന്ന സമയം അതിക്രമിച്ചിട്ടില്ല. ഇനിയും ഓരോന്നോരോന്നായി പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണക്കാരൻ വിശ്വസിച്ചു പോരുന്ന ജനാധിപത്യത്തെ ഏത് രീതിയിലാണ് വക്രീകരിക്കാൻ CPM എന്ന് പറയുന്ന പാർട്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തുറന്നു പറച്ചിലിനെ നാളെ ഒരു നല്ല പുലരുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാനി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. BJP നേതാവ് ശ്രീ സന്ദീപ് വചസ്പതി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സന്ദീപ് വചസ്പതി, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഉള്ള ഒരു വാക്ക് വന്നിട്ടുള്ളത്. അതായത് ജനാധിപത്യ പ്രക്രിയയെ തന്നെ തങ്ങൾ അട്ടിമറിച്ചു എന്ന് വളരെ ആവേശത്തിൽ അദ്ദേഹം പറയുകയാണ്. അതിന്റെ പേരിൽ ഇനി കേസൊന്നും വന്നാൽ പോലും പ്രശ്നമില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇത് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസമുണ്ടല്ലോ ഈ ജനാധിപത്യ പ്രക്രിയയിൽ, അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്? അതായത് ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് CPM എന്ന് പറയുന്ന പാർട്ടി ഗതികേട് കൊണ്ട് ജനാധിപത്യത്തെ അംഗീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. അത് ഞാനൊരു രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയുന്നതല്ല, അത് എല്ലാവർക്കും അറിയുന്ന ചരിത്ര വസ്തുതയാണ്. കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിൽ പുല ബന്ധം പോലുമില്ല. വ്യത്യസ്ത ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് ആശയങ്ങളാണ് ജനാധിപത്യവും കമ്മ്യൂണിസവും. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഇന്ത്യയിൽ അവരുടെ ഏകാധിപത്യ പ്രവണത നടപ്പാകില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുമാണ് അവർ ജനാധിപത്യം എന്നുള്ളത് അടവ് നയമായി മാത്രം സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണത്. ഇതിൽ കൂടുതൽ എന്താണ് അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? CPM-ന്റെ പാർട്ടി രേഖകളിൽ തന്നെ പറയുന്നുണ്ട് ജനാധിപത്യത്തെ അടവ് നയമായിട്ടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി എന്നെങ്കിലും അവരുടെ പ്രോലിറ്റേറിയൻ ഭരണകൂടം വരുമ്പോൾ ഒരു തൊഴിലാളി സമഗ്രാധിപത്യം വന്നു കഴിഞ്ഞാൽ അവർ ജനാധിപത്യത്തെ അട്ടിമറിക്കും. അപ്പൊ അതുകൊണ്ട് ജനാധിപത്യം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരന് അധികാരത്തിലെത്താനുള്ള കുറുക്കുവഴി മാത്രമാണ്. അതല്ലാതെ ജനാധിപത്യത്തോട് തരുമ്പോൾ അവർക്ക് ബഹുമാനമില്ല, ആദരവുമില്ല. അതുകൊണ്ട് അവർ തരം കിട്ടുമ്പോഴൊക്കെ അട്ടിമറിക്കും. അതിന് സത്യത്തിൽ എനിക്കൊരു ഞെട്ടലുമില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ ഞെട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്മ്യൂണിസത്തെ അറിയുന്ന ഒരാൾക്ക് പോലും ഇതിലൊരു ഞെട്ടലുമില്ല. ഇത് ആലപ്പുഴയിലാണെങ്കിൽ കണ്ണൂരിൽ ഇന്നും നടക്കുന്ന എന്താണ്? ഇപ്പൊ സുധാകരൻ പറഞ്ഞത് 30 വർഷം മുമ്പുള്ള സംഭവം, അല്ലെ 27 വർഷം മുമ്പുള്ള സംഭവം കണ്ണൂരിൽ ഈ 2025 നടക്കുന്നില്ലേ? ഇങ്ങനെ എത്ര സംഭവങ്ങൾ പറയാനുണ്ട്? സ്വാഭാവികമാണ് ഇതൊക്കെ. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കമ്മ്യൂണിസത്തെ എതിർക്കുന്നത്. അവര് ജനാധിപത്യം, മതേതരത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വെറും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് കേരളത്തിലെ ജനം മനസ്സിലാക്കുന്നു. അന്നേ കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്നതാണ് BJPയുടെ ഒരു നിലപാട്. ഇത് ത്രിപുരയിലെയും ബംഗാളിലെയും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ
ജി സുധാകരന്റെ തുറന്നു പറച്ചിലിനെ നമ്മൾ വലിയ ഒരു സംഭവമായി കരുതി സുധാകരൻ എന്തോ മഹത്തായ ഒരു കാര്യം പറഞ്ഞു എന്ന നിലയിലൊന്നും ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഇത് അവിടെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു സംഭവമാണ്. ശ്രീ ജി സുധാകരന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധത കൊണ്ട് ആ പരിപാടിയുടെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ദിവസേന ഇപ്പോഴും നിങ്ങൾ 27 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ പറ്റി ഇന്ന് ഞെട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ണൂരിലെ CPM-ന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കോ പാൽ സൊസൈറ്റിയിലേക്കോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി നോക്കൂ. എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? എതിരാളികളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അവർ വരുന്നതിന് മുൻപ് അവരുടെ വോട്ട് രേഖപ്പെടുത്തുക, മരിച്ചുപോയവർ വന്ന് വോട്ട് ചെയ്യുക, ആ ബാലറ്റ് വെട്ടി പിടിച്ചെടുക്കുക, ഈ എന്താ പറയുന്നത് നമ്മളുടെ തപാൽ വോട്ടുകൾ കൂട്ടായി കളക്ട് ചെയ്ത് NGO യൂണിയന്റെ ഓഫീസിൽ വെച്ച് വ്യാപകമായി വോട്ട് ചെയ്യുക. ഇതൊക്കെ എക്കാലം ഇവർ ചെയ്യുന്ന പണികളാണ്. ഇവരിങ്ങനെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. എന്നും ജനാധിപത്യത്തെ അട്ടിമറിച്ചല്ലാതെ CPIM എന്നാണ് ഭരണത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ അവർക്ക് ചില സ്ഥലങ്ങളിൽ അവരുടെ കയ്യൂക്ക് പുറത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഗതികേട് കൊണ്ട് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധമെന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വെളിവാക്കി തന്നാൽ നന്നായിരിക്കും. യെസ്, വളരെ നന്ദി ശ്രീ സന്ദീപ് വചസ്പതി ഞങ്ങൾക്കൊപ്പം ചേർത്തതിന്. എന്തായാലും വീണ്ടും വിവാദ പ്രസംഗവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജി സുധാകരൻ. CPM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യ പ്രക്രിയയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഈ വെളിപ്പെടുത്തലിൽ CPM ഏത് തരത്തിൽ ഇന്നത്തെ വാർത്താ ദിനം പ്രതികരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇടവേള. ലക്ഷ്യം. വാർത്തകളിലേക്ക്. ആത്മഹത്യ ചെയ്ത കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ജീവനൊടുക്കാൻ പോകുന്ന ദൃശ്യം ന്യൂസ് 18. ഏപ്രിൽ 15-ന് ഉച്ചയ്ക്ക് 12:45 ദൃശ്യമാണിത്. ജിസ്മോളും മൂത്തമകൾ നേഹയുമാണ് ദൃശ്യത്തിലുള്ളത്. അന്ന് 2 മണിയോടെയാണ് ആറ്റിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. കേസിൽ ജിസ്മോളുടെ ഭർത്താവും ഭർത്തൃപിതാവും ജയിലിലാണ്.
അതിവേഗം മടങ്ങിയെത്താം, ഒരു ചെറിയ ഇടവേള കൂടി.